ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രം സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് ബോളി ആയിട്ടാണ്. മൈദയിൽ പിന്നെ കടലപ്പരിപ്പിൻ്റെ ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എങ്കിലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണിത്. ട്രിവാൻഡ്രത്ത് സദ്യയുടെ കൂടെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വിഭവമാണിത്. പിന്നെ സദ്യയുടെ കൂടെ മാത്രമല്ല കേട്ടോ, അല്ലാതെ വെറുതെ കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണിത്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ സദ്യയ്ക്ക് മാത്രമല്ല, അല്ലാതെ വെറുതെ കഴിക്കണമെന്ന് തോന്നുമ്പോഴും ഉണ്ടാക്കാറുണ്ട്. പിന്നെ പായസം വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മിക്കവാറും ഇത് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ട്രിവാൻഡ്രത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം മാത്രമല്ല ഇത് മഹാരാഷ്ട്രയിലെ ട്രഡീഷണൽ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതിന് അവിടെ പുരൻ പോളി എന്നാണ് പറയാറ്. പക്ഷെ മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കണത് മൈദ വെച്ചിട്ടല്ല കേട്ടോ, അവരുണ്ടാക്കണത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. പിന്നെ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്ന എല്ലാം സെയിം ആണ്, മാവിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. സംഭവം ഒന്ന് തന്നെയാണ്. ഞാനിത് ആദ്യം കഴിച്ചത് തന്നെ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം ഉണ്ടാക്കണത് എൻ്റെ ചേച്ചി തന്നെയാണ്, എങ്കിലും ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കണത് ഒരു അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റിയിലാണ്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് അളവ് കുറച്ചിട്ട് എടുത്തിട്ട് ചെയ്താലും മതി. കടലപ്പരിപ്പ് 350 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ കഴുകിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ കഴുകി എടുത്തിട്ട് കുക്കറിനകത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. വെള്ളം ഈ കടലപ്പരിപ്പിൻ്റെ മുകളിലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഒഴിക്കുക. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ 3 കപ്പോളം ഒഴിച്ചിട്ടുണ്ട്. കുക്കർ അടച്ച് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്തങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ എന്നാൽ വേഗിയും വേണം. അപ്പോൾ ഒരു 3 വിസിലൊക്കെ മതിയാകും. അപ്പോൾ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് എടുത്ത് കാണിക്കാം. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി നോക്കുമ്പോൾ ഒരുപാടങ്ങനെ കുഴഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ നന്നായിട്ട് വേഗം വേണം. എന്താ ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെ ആകുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് കടലപ്പരിപ്പ് മാത്രമായിട്ട് എടുക്കാം. കടലപ്പരിപ്പിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ കൂടി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറണം. മാറുമ്പോഴത്തേക്ക് നമുക്ക് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് 2.25 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണ്. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് യെല്ലോ ഫുഡ് കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിടാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഫില്ലിംഗ് ആയിട്ട് വെക്കുന്ന പരിപ്പിൽ നമ്മൾ വേറെ പഞ്ചസാര ആഡ് ചെയ്യും. ഇതിപ്പോൾ ഈ മാവിനകത്തോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര എടുത്തൊന്ന് പൊടിക്കുകയാണ്. പഞ്ചസാര പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പൊടിച്ച പഞ്ചസാര മാവിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അപ്പം ചപ്പാത്തിയുടെ ഒരു മാവിൻ്റെ പരിവുണ്ടല്ലോ, അതേപോലെ അല്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടി ലൂസിൽ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഈ മാവൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പം ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തടവി കൊടുത്തതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തി ഒന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതായത് നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ നല്ലെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് മാവൊന്നും അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമ്മളുടെ ബോളിക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബോളിയാണിത്. ഇത്രയും എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാര്യം നമ്മൾ ഈ എണ്ണ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റും. ഇനി ഈ പാത്രം അടച്ച് മാവ് നമുക്ക് 15 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 15 മിനിറ്റ് എന്നുള്ളത് ഇനിയിപ്പോൾ 1 മണിക്കൂറായാലും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നമ്മുടെ ബോളിക്ക് ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇങ്ങേറ്റ ഒരു 15 മിനിറ്റെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ മാവ് കുഴയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ്. വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒട്ടും വെള്ളമായി ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കടലപ്പരിപ്പ് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലിട്ടൊന്ന് വരട്ടി എടുക്കണം. ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ചെറുതായിട്ട് കളർ ചേഞ്ചായി, പിന്നെ ഒരു മണമൊക്കെ വരുന്നുണ്ട് ഈ കടലപ്പരിപ്പ് ഇങ്ങനെ മൂക്കുന്നതിൻ്റെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 350 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം.
ഏകദേശം നമ്മൾ എത്ര അളവാണോ കടലപ്പരിപ്പ് എടുക്കുന്നത് അത്ര അളവിൽ തന്നെ പഞ്ചസാര ചേർത്താൽ മതിയാകും. പിന്നെ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഷുഗർ മൊത്തം മെൽറ്റായി നല്ലതുപോലെ ഒന്ന് ലൂസായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കളർ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ബോളി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മഞ്ഞ കളറാണല്ലോ. ഇനിയിപ്പോൾ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ വെളുത്തിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒരു വിട്ട് വരുന്നൊരു പരുവാണല്ലോ. അപ്പോൾ അങ്ങനെയല്ല, അപ്പോൾ ഇതിലെല്ലാം കൂടി ഇങ്ങനെ നന്നായിട്ട് കൂടി ചേർന്നൊരു വലിയൊരു ബോള് പോലെ ഇങ്ങനെ ആവുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് സെയിം പാത്രത്തിൽ തന്നെ വെച്ചേക്കാതെ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം ആറുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരുന്ന മാവാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കണ്ടോ ഈ എണ്ണ ഇങ്ങനെ തങ്ങി തന്നെ നിൽക്കുന്നത് നമ്മൾ ഒഴിച്ച പോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഓയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ പരത്തിയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറെ ഓയിലിൻ്റെ ആവശ്യമില്ല. ഓയിൽ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇത്രയും സോഫ്റ്റ് ആവണം കേട്ടോ. ഇപ്പം നമ്മുടെ കടലപ്പരിപ്പിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം അതിനകത്തുനിന്ന് കുറച്ചെടുത്ത് ഒരു ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ മൊത്തം ഉരുട്ടിയെടുത്ത് വെക്കാം. മാവ് പരത്തി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് മാവൊന്ന് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഉരുള മാവ് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി മറ്റേ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ നേരത്തെ കടലപ്പരിപ്പ് ഉരുട്ടി വെച്ചിരുന്നില്ലേ, അതാണിത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി ഈ എക്സസ് ആയിട്ട് വരുന്ന മാവുണ്ടല്ലോ അത് മൊത്തം ഇങ്ങനെ എടുത്ത് പിച്ചി മാറ്റണം. അപ്പോൾ ഒരുപാട് മൈദ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബോളി ഒരു കട്ടിയുള്ളതാവും. അപ്പോൾ അതുകൊണ്ട് മൈദ എത്ര കുറച്ചെടുക്കാവോ അത്രയും കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൈവച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് പരത്തുന്നത്. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. അത്യാവശ്യം വലിയൊരു ബോളി തന്നെയാണ് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ 4 എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഫ്ലെയിം ഓണാക്കി ഒരു ദോശക്കല്ലോ ദോശത്തവ എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരെണ്ണം ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് എടുക്കാവുന്നതാണ്. ഇത് അധികം വേഗമൊന്നുമില്ല കേട്ടോ. ഓൾറെഡി കടലപ്പരിപ്പ് നമ്മളുടെ വെന്തതാണ്. പിന്നെ ഈ പുറത്തുള്ള ഒരു കോട്ടിങ് മാവുണ്ടല്ലോ അത് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ബ്രഷ് ഓയിലൊന്ന് മുക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ 2 സൈഡിലും ചെയ്യാം. പിന്നെ ഒരുപാട് നേരം തിരിച്ചു മറിച്ചു ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് ബോളി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നമ്മൾ 43 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആണ്. പിന്നെ സേമിയ പായസത്തിൻ്റെ കൂടെയാണ് ഞങ്ങളിത് കഴിക്കുന്നത് കേട്ടോ. പായസം വേണമെന്നൊന്നുമില്ല, ഇത് വെറുതെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. പിന്നെ ടേസ്റ്റ് നോക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അതെൻ്റെ നിന്ന് മിസ്സായി പോയതാണ്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത്. മാത്രമല്ല നല്ല സോഫ്റ്റും ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.